എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ എൻ്റേതായതുകൊണ്ടാണ്, എൻ്റെ മകളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂളായത് ഇപ്പം എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, വൈജ നിൻ്റെ അമ്മയൊന്നുമല്ല, അവൾ പട്ടി പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചിട്ടെന്നേ ഉള്ളൂ, ശരിക്കും നിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് പറയുവാണ്. അപ്പോൾ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ എന്നാണ് എപ്പോഴാണ് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് എന്ന് നിനക്കറിയാവോ? നിൻ്റെ ബ്രിജിത്താമ്മ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി മാറിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. ആ ഒരു അവസ്ഥയിൽ നിന്നാണോ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്? ബ്രിജിത്താമ്മ നിന്നെ സ്നേഹിക്കുമ്പോൾ നീ അനാഥയായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അല്ല, ഏതവസ്ഥയാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം നിനക്കറിയാലോ, അതിനെപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട, ഏതായാലും എനിക്ക് നീ മകൾ എന്ന സ്ഥാനത്തിനും അപ്പുറം ആണ്, അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനെല്ലാം ശേഷം അലീന റൂമിലേക്ക് വരുന്നു. റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി കിടന്നിരുന്ന ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. അത് കാണുമ്പോൾ ആകെ വിഷമാകുന്നുണ്ട്. ഏതായാലും അലീന വന്ന് അതിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല രീതിയിൽ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് കൃഷ്ണമോൾ വരുന്നത്. എന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇനി അലീന ചേച്ചിക്ക് ഈ കട്ടിലിൽ കിടക്കാം അല്ലേ? ഈ കട്ടിലിന് ഇത്തിരി വീതി കുറഞ്ഞു പോയി, കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇത്തേ കിടക്കായിരുന്നു എന്ന് പറയുമ്പോൾ അലീന അതിനൊരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമയിൽ കിടക്കാം, അതല്ലേ പറയാൻ വന്നത് എന്ന് ചോദിക്കുവാണ്. ഏതായാലും ചിരിച്ചുകൊണ്ട് അലീന കിടക്കുന്ന ആ ബെഡ്, തറയിൽ വിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് തന്നെ എടുത്ത് വിരിക്കുക. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, അതെന്തിനാണ് വിരിക്കുന്നത്, ഇത്തേ കിടക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പം അത് മുത്തശ്ശിയുടെ ബെഡല്ലേ, മുത്തശ്ശി വരുമ്പം കിടക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, മുത്തശ്ശി എന്നാ വരുന്നതെന്ന് അറിയില്ലല്ലോ, കുറേ നാളെടുക്കില്ലേ, അത്രയും നാളും കിടക്കാമല്ലോ എന്ന് പറയുമ്പം അലീന പറയുവാണ്, നമ്മൾ ഒരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആൾ വന്നെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം അത്രത്തോളം വലുതാണെങ്കിൽ അത് സാധിച്ചു കിട്ടും. അങ്ങനെ സാധിച്ചു കിട്ടണമെങ്കിൽ മുത്തശ്ശിയുടെ ബെഡ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കണം, എൻ്റെ മനസ്സിലെ ആ ആഗ്രഹം കൊണ്ട് മുത്തശ്ശി തിരിച്ചു വരണം എന്നൊക്കെ പറയുക കേട്ടോ. അന്നേരം കൃഷ്ണമോൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കൃഷ്ണമോൾ പറയുക, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എന്ന്. എന്നിട്ട് പുറത്തേക്ക് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ആൾ അലിയനെ ബെഡൊക്കെ വിരിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തലേനയും ഒരു പുതപ്പൊക്കെ ആയിട്ട് തിരിച്ചു വരും. അന്നേരം എന്താ മോളെ, എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ കിടക്കുന്നേ എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അലീനയുടെ കൂടെ കിടക്കുവാണ്. അന്നേരം വിഷമത്തോടെ ഇങ്ങനെ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ചേച്ചി ശരിക്കും ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നല്ലേ ഞങ്ങളുടെയൊക്കെ ചേച്ചിയായിട്ട് എന്ന് പറയുക. അന്നേരം അലീന പറയും, ഞാനിപ്പോഴും ചേച്ചിയാണല്ലോ, എൻ്റെ കുഞ്ഞനീത്തിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് ആ കവളയിലൊക്കെ പിടിച്ചൊരു ഞെക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം ആകെ വിഷമമാവുകയാണ് കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ അലീനെ കെട്ടിപ്പിടിച്ച് കരയുക. അന്നേരം എന്താ മോളെ, എന്തിനു നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസിയമ്മയും കൂടി രേവതിക്കുട്ടിയെ കോളേജിൽ ചേർക്കാനായിട്ട് ആദ്യ ദിവസം പോകുന്ന ദിവസം ഒന്ന് കൊണ്ടുവരണമല്ലോ, അതിനുവേണ്ടി പോവുകയാണ്. അന്നേരം അവർ ഇറങ്ങി വരുമ്പം വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ജോസൂട്ടി ഇരിപ്പുണ്ട്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്നിപ്പം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നത്, ഇനി സ്റ്റിയറിംഗ് വിട്ട് തരികയില്ല എന്ന എന്തെങ്കിലും മനോഭാവമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതങ്ങനെ തന്നെയാണ്, നിൻ്റെ കോളേജൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറയുവാണ്. അന്നേരം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് രേവതി പറയുമ്പോഴത്തേക്കും ചാടി ഇങ്ങ് ഇറങ്ങിയിട്ട് പറയും, അതേ നീ വരുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, നീ വന്നതിന് ശേഷം ഇവരുടെ സ്വഭാവം മാറിയത്, നീ മാറ്റിയെടുത്തതാ എന്നൊക്കെ പറഞ്ഞ് അവളോട് രണ്ട് ദേഷ്യപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റ് മാമച്ചായം കയറിയിരിക്കുന്നു. അന്നേരം ഇതെന്താ ഇവിടെ കയറിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ കോളേജൊക്കെ ഞാൻ പിന്നെ കാണിക്കാം, ഞാൻ ഇപ്പോൾ പോകുന്നത് രേവതിക്കുട്ടിയുടെ പപ്പയായിട്ടാണ്, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് ജോസുകുട്ടി. അന്നേരം ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടിയുടെ പപ്പയായിട്ട് നിനക്ക് പോകാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ പൊക്കോ എന്ന് പറയും. അന്നേരം ജോസുകുട്ടി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഗ്രേസിയമ്മ ഇറങ്ങി വരും. ഇതെന്താ നീ മറന്നുപോയി, എടുത്ത് വെക്കാതിരുന്ന എന്താ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഉച്ചവരെയുള്ള ഗ്രേസിയമ്മ അതുകൊണ്ടായെന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഉച്ചവരെ ഉള്ളെങ്കിലും വിശന്നിരിക്കേണ്ട, ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോവുക. അതിനിടയ്ക്ക് ജോസൂട്ടി പറയുന്നുണ്ട്, ഇത്ര മറവിയുള്ള ഫുഡ് എടുക്കാൻ മറന്നതുകൊണ്ട് ഇത്ര മറവിയുള്ളവരെ ഒന്നും പഠിപ്പിക്കാൻ വിടണ്ട, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ മറന്നാലും നിന്നെയൊക്കെ ബുദ്ധി അവൾക്കുണ്ട് എന്നും പറയുന്നുണ്ട് ഗ്രേസിയമ്മ. പിന്നീട് നമ്മുടെ ബാലചന്ദ്രനെ കാണിക്കുന്നു. ബാലചന്ദ്രൻ മുറ്റത്തിറങ്ങിയെന്ന് മനുവിനെ ഫോൺ വിളിക്കുക കേട്ടോ. അന്നേരം മനു ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളിപ്പോൾ എവിടെയാണ്, വണ്ടി പോകുന്ന ശബ്ദമൊക്കെ കേൾക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പം ഞാൻ മുറ്റത്തോടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ എന്ന് പറയും. അന്നേരം പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നടക്കാൻ ഡോക്ടർ പറഞ്ഞുകൂടാ അതുകൊണ്ടാ എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിള് ഹോട്ടലിൽ നിന്ന് തിരിച്ചു വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളും ഞാൻ അറിഞ്ഞു കേട്ടോ എന്ന് പറയും. അന്നേരം എന്താ നീ അറിഞ്ഞത്, എക്സ്ക്ലൂസീവായിട്ട് അറിഞ്ഞ കാര്യം എന്നോടുകൂടി പറ എന്ന് പറയുവാണ്.
പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, രേവതിക്കുട്ടിക്ക് പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കൊടുത്തില്ലേ അങ്കിള്, ശരിക്കും സീപ്പറായിരുന്ന ആൾ ജഡ്ജി ആയതുപോലെ ആയല്ലോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആത്മാർത്ഥമായ പണിയെടുക്കുന്ന ആൾക്ക് നമ്മൾ പ്രൊമോഷൻ കൊടുക്കണ്ടേ, അവളത് അർഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, എന്നാലും ഇത് ഇത്തിരി കടുങ്കൈയായി പോയില്ലേ, അതും ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത്. അങ്കിളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു തന്നേക്കുന്നു കേട്ടോ എന്നിങ്ങനെ മനു പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി, അവൾ അത് അർഹിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി നിനക്ക് വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കാം, അവൾ നിൻ്റെ മുറപ്പെണ്ണാണ് ഇനി എന്ന് പറയുമ്പം അങ്കിൾ പിന്നെയും എന്നെ ഞെട്ടിക്കുവാണ് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുവാ മനു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടാ പൊന്നു മോനെ, നിനക്ക് അവളെ ഇഷ്ടമാണ് എന്നൊക്കെ എനിക്കറിയാം, ഇനി ആ ഇഷ്ടം പെട്ടെന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നീ അത് തടഞ്ഞു വെച്ചേക്കുവാണ് എന്ന് പറയാം. ഇനിയിപ്പം നീ പേടിക്കുകയൊന്നും വേണ്ട, അവളെ വിവാഹം കഴിക്കുന്നതിന് കാരണം അവൾ ഇനി തൊട്ട് അനാഥയല്ല, ഞാൻ എൻ്റെ ബബിത മോൾക്കും കൃഷ്ണമോൾക്കും എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ, സ്വത്തായാലും സ്നേഹമായാലും എന്തായാലും അത് തുല്യമായിട്ട് അലീനയ്ക്കും കൊടുക്കും എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ ഇങ്ങനെ പറയുന്നത്, എനിക്കിപ്പം സ്വത്തും പണമൊക്കെ വേണോ അവളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊരു ജോലിയില്ലേ അങ്കിളെ, ഞാൻ ആ ജോലി കൊണ്ട് ജീവിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിൽ പോലും നിന്നെ അവൾ നോക്കും, അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഇനിയിപ്പോൾ അവൾ അനാഥയാണ് എന്നൊക്കെ കരുതി നീ അവളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്കിളെ എന്നിട്ട് ഇവർ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം അടുക്കളയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു അലീന. അന്നേരം കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, ചേച്ചിക്ക് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കാൻ മേലെ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്, എവിടെ ഇരുന്നാണേലും ഭക്ഷണം കഴിച്ചാൽ പോരെ, നമ്മുടെ വിശപ്പ് മാറിയ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കാമല്ലോ, അവിടെ ഇരുന്നെന്ന് ഓർത്ത് ആരും എഴുന്നേപ്പിച്ച് വിടില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഇരിക്കുന്നില്ല, ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കോ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം, നമ്മൾ എന്തിനാണ് വേറുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുവാണ്. ഏതായാലും കൃഷ്ണമോൾ പാത്രം എടുത്തിട്ട് ഞാൻ ചേച്ചിയുടെ ഫുഡാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് അതെടുത്ത് വെക്കുക. അദ്ദേഹം മുട്ടയുടെ പുഴുങ്ങിയിട്ടേ മുട്ടയുടെ തോല് പൊളിച്ചിട്ടില്ലായിരുന്നു, അത് അലീന കൈ കഴുകിയിട്ട് വന്ന് എടുത്തു കൊടുക്കുമ്പം, അയ്യോ ചേച്ചി ഫുഡ് കഴിച്ചോ, ഭക്ഷണം കഴിച്ച് തീർന്നില്ലായിരുന്നല്ലോ, ഞാൻ പൊളിച്ചോളാം എന്ന് പറയും. അങ്ങനെ എടി മോളെ, ഇത് നന്നായിട്ട് സൂക്ഷിച്ച് പൊളിച്ചില്ലെങ്കിൽ ഇതിൻ്റെ വെള്ള കൂടെ ഇളകി പോകുമെന്ന് പറഞ്ഞ് അലീന അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അന്നേരം ഡൈനിങ് ടേബിളിൽ രോഹിത്തും അതുപോലെ ബബിതയൊക്കെ ചർച്ച ചെയ്യുന്നത് കൃഷ്ണമോളുടെ കാര്യമാണ്. കൃഷ്ണമോൾ ആ ഫുഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ അത് അവളെ കൊണ്ട് കഴിപ്പിക്കരുത് എന്നാണ് രോഹിത്ത് പറയുന്നത്. അതുപോലെ ബബിതയും പറയുന്നുണ്ട്, ഇന്നലെ അവളോട് നല്ല രീതിയിൽ രോഹിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ടും അവൾ ഈ കാണിക്കുന്ന അഹങ്കാരമല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് തടയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവിടെ ഇരിക്കുവാണ്. രോഹിത്ത് പറയുന്നുണ്ട്, അവളങ്ങ് വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കൃഷ്ണമോൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, അകത്ത് നല്ല ഫുഡുള്ളപ്പം അത് കഴിക്കാൻ മേലെ ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഈ ഉണക്കദോശ കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം രോഹിത്ത് തിരിച്ചു ചോദിക്കുവാണ്, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ മതി, നമ്മൾ അമ്മയുടെ കൂടെ നിൽക്കണമെന്നൊക്കെ, എന്നിട്ട് നിനക്കത് മനസ്സിലായില്ലേടി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പം, രോഹിയേട്ട എന്നെ പേടിപ്പിക്കാൻ വരുമൊന്നും വേണ്ട, നമുക്കിഷ്ടമുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, അതിവിടെ ഉള്ളപ്പം ആ ഇഷ്ടമില്ലാത്ത ഫുഡ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പം, നീ ഈ ഫുഡ് കഴിക്കില്ല എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കുകയെന്ന്. അന്നേരം പിന്നെ അവളുടെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റ് നേരെ വലിച്ചെറിഞ്ഞ് താഴേക്ക് ഇടുവാണ്. അത് കണ്ടുകൊണ്ടാണ് അകത്തേക്ക് ബാലേന്ദ്രൻ കയറി വരുന്നത്. ബാലേന്ദ്രനെ കാണുന്നത് ബബിത ചാടി എഴുന്നേൽക്കുകയും ആദ്യം രോഹിത് കണ്ടിട്ടില്ലായിരുന്നു, അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പ്രകടനം നടത്തിയപ്പോൾ മുകളിലാണ് ബാലേന്ദ്രൻ എന്നാണ് രോഹിത്ത് ഓർത്തിരുന്നത്. ഏതായാലും ബാലേന്ദ്രനെ കാണുമ്പം രോഹിത്ത് സഹിതം എല്ലാവരും ചാടി എഴുന്നേൽക്കും. ബാലേന്ദ്രൻ അടുത്തോട്ട് വന്നിട്ട് ആദ്യം ഡയലോഗൊന്നുമില്ല, നേരെ കാരണം തീർത്തോളം കൊടുക്കും. എന്നിട്ട് പറയുവാണ്, ഈ കാണിച്ച പരിപാടിക്ക് പറയുന്ന പേരാണ് തോന്നിയവാസം, നീ എന്തിനാണ് ഇതെല്ലാം എറിഞ്ഞു പൊട്ടിച്ചത്, നീ മേടിച്ചു വെച്ചതാണോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വീടും പ്ലേറ്റും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നീ അത് വലിച്ച് താഴെ ഇടണം, അല്ലാതെ എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചതും എൻ്റെ മകൾ ഉണ്ടാക്കിയതുമായ ഫുഡല്ല നീ എടുത്ത് വലിച്ചെറിയേണ്ടത് എന്ന് പറഞ്ഞ് കുറേ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് പറയുന്ന പേരാണ് തല്ലുകൊള്ളിത്തരം, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറയുവാണ്. ആകെ നാണം കെട്ടി നിൽക്കുവാണ് രോഹിത്ത്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ വീട്ടിൽ 2 വെപ്പില്ല, ഒരൊറ്റ ഫുഡേ ഉണ്ടാക്കുകയുള്ളൂ, അത് അലീന ഉണ്ടാക്കുന്നതായിരിക്കും, അത് കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ മതി, അല്ലാത്തവർക്ക് പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിക്കാം എന്ന് പറയും.
എന്നിട്ട് രോഹിത്തിനോടായിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പം ഇവിടെ ജീവിക്കുന്നത് എന്നെ ആശ്രയിച്ചാണ്, അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അനുസരണയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരവും ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് രോഹിത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് ആകെ നാണം കെട്ട് നിൽക്കുന്നതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ അവൻ്റെ മുഖത്തുണ്ട്. അവൻ നേരെ പെട്ടെന്ന് മുകളിലേക്ക് കയറി പോവും. അത് കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാം എന്ന് പറഞ്ഞതും തൽക്കാലത്തേക്കുള്ള ഒരു സൗജന്യമാണ്, അതും ഞാൻ നിരോധിക്കും എന്ന് പറയുമ്പോഴത്തേക്കും വൈജിക്ക് ദേഷ്യം വരും. വൈജി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് നിരോധിക്കുക, അന്നേരം മനസ്സമാധാനം ആവുമല്ലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം തന്നിരിക്കുന്ന ഈ സമയം ബോധവും ബുദ്ധിയും തെളിയാൻ വേണ്ടിയുള്ളതാണ്, അത് മനസ്സിലാക്കി ആ സമയം വിനിയോഗിച്ചാൽ അവരവർക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നേരെ മുകളിലോട്ട് കയറി പോകുന്നു. അത് കഴിയുമ്പോൾ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരച്ച് നിൽക്കുവാണല്ലോ വൈജയന്തി കൃഷ്ണമോളോട് വന്നിട്ട് ചോദിക്കുവാണ്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, നിൻ്റെ വയറ് നിറഞ്ഞു കാണുമല്ലോ, നീ അവളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഇനിയും അടുക്കളയിൽ കാണും, പോയി എടുത്ത് നക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കൃഷ്ണമോളോട്. അതുപോലെ അലീനയോടും പറയുന്നുണ്ട്, നിനക്കിപ്പം മനസ്സമാധാനമായില്ലേടി, സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്, ആ കുടുംബത്തെ ഈ രീതിയിൽ അധപ്പതിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായില്ലേടി, കുടുംബം നശിപ്പിക്കാൻ വന്ന പിശാചെ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് വൈജയന്തി റൂമിലേക്ക് പോകുന്നു. ഭവതിയും കൈ കഴുകി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം വൈജയന്തി ഇത്രയും ചീത്ത പറഞ്ഞതിൻ്റെ സങ്കടത്തിൽ നിൽക്കുവാണ് കൃഷ്ണമോള്. അന്നേരം അലീനെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ടെ മോളെ, സാരമില്ല, കരയണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ റൂമിൽ പോയിരിക്കും. അലീന അങ്ങോട്ട് ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അത് ഇളക്കിയെടുത്ത് വായിലോട്ട് വെക്കാൻ ചെല്ലുമ്പോഴേക്കും അലീനയും വാ തുറന്നുകൊണ്ട് ചെല്ലും. അന്നേരം കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ട് കൊഞ്ചുവാണോ എന്ന് വെച്ച് ചെവിയെ പിടിച്ചൊരു കിഴുക്കും കൊടുക്കും, ഫുഡും കൊടുക്കും കേട്ടോ. പിന്നീട് കമലയെ കാണിക്കുന്നു. കമല ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം വിളിച്ചു പറയുവാണ് ശിവേട്ടനോട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വൈജു വന്നപ്പം അവൾ എന്നോട് പറയുവാണ്, ഇത് അവളുടെ കൂടി തറവാടാണ്, ഭാഗം വെപ്പൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പം ശിവേട്ടൻ പറയുക, അവിടെ ബാലേന്ദ്രനും അവളും കൂടെ വഴക്കുണ്ടാക്കുന്നതിൻ്റെ നഷ്ടം ഇനി നമുക്കാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലിരുന്ന് സംസാരിക്കുന്ന വൈജയന്തിയും രണ്ട് മക്കളെയും കാണിക്കുന്നുണ്ട്, നമ്മുടെ ബബിതയും രോഹിത്തും. അന്നേരം അലീനെക്കുറിച്ചും ബാലേന്ദ്രനെ കുറിച്ചും വളരെ മോശമായിട്ട് വൈജയ് സംസാരിക്കുമ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് വൃത്തികേടായി പറയുന്നത്, അമ്മയ്ക്കൊരു ഡിഗ്നിറ്റി ഇല്ല, ഈ രീതിയിലാണോ സംസാരിക്കുന്നത്, നാണം കെട്ട വർത്താനം പറയരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വരുന്ന വൈജയെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ അലീനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുവാണ്, നീ കരുതിയിരുന്നോണം, ഒരു 3ാം ലോക മഹായുദ്ധം വരാനിരിക്കുന്നുണ്ട് എന്ന്. അലീനയ്ക്കും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് വൈജയന്തിയുടെ വീട്ടുകാർ വന്ന് അലമ്പുണ്ടാക്കുമെന്ന്.